2024 തെലുങ്കിൽ നിന്നും പുറത്തിറങ്ങിയ സിനിമയാണ് കാ. സന്ദീപും സുജിത്തും കൂടെ ചേർന്നാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇതൊരു മിസ്റ്ററി സിനിമയാണ്. ഈ കഥയുടെ കോർ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നായകൻ ഒരു ഓർഫനേജിലാണ് ചെറുപ്പം മുതൽ വളർന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ വാർഡനുമായിട്ട് ഒരു ലെറ്ററിന്റെ പേരിൽ ഒരു സടിയോ, അങ്ങനെ ഈ വാർഡനോടുള്ള ദേഷ്യത്തിൽ വാർഡന്റെ പൈസയായിട്ട് ഇയാൾ നാട് വിടും. അങ്ങനെ നാട് വിട്ട് ഇയാൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു അസിസ്റ്റന്റ് പോസ്റ്റ്മാൻ്റെ ജോബ് വേക്കൻസിയിൽ ഒരു നാട്ടിലോട്ട് വരികയാണ്. ഈ നാടിനൊരു പ്രത്യേകതയുണ്ട്. ഉച്ചയ്ക്ക് 3 മണിയാകുമ്പോൾ ഇവിടെ സൂര്യൻ അസ്തമിക്കുകയും ചെയ്യും. നാട് ഫുള്ളി ഇരുട്ടിലാവും. അങ്ങനെ ഈ നാട്ടിലോട്ട് വന്ന ഇയാൾ ഒരു ലെറ്റർ എഴുതി. ഇയാൾക്കൊരു ഹോബി ഉണ്ട്. അതായത് ഓരോരുത്തർക്ക് വേണ്ട ലെറ്റർ ഇയാൾ ആദ്യം പൊട്ടിച്ച് ഇയാൾ വായിക്കും. അങ്ങനെ ഇയാൾക്ക് വരുന്ന ഒരു ലെറ്ററിൽ ഇയാൾ ഒരു മിസ്റ്ററി മനസ്സിലാക്കുന്നു. പിന്നെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് കഥ. അപ്പോൾ ഇതൊരു മിസ്റ്ററി പടമാണ്. പക്ഷേ ഭയങ്കരമായിട്ട് എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകേണ്ട രീതിയിലുള്ള കുറച്ച് എലമെന്റ്സ് അവിടെ ഇവിടെയൊക്കെ തൂവി നമ്മളെ കണ്ടിരുത്തും. അല്ലാതെ ഇതൊരു മസ്റ്റ് വാച്ച് പടം ആയിട്ട് നമ്മൾ ഈ മംഗളവാരം വീരപക്ഷ പോലെ കമ്പയർ ചെയ്യേണ്ട ഒരു പടമല്ല. ഇറ്റ്സ് ആവറേജ് പടമാണ്. പക്ഷേ നമുക്ക് കണ്ടു നോക്കാം. ഒരു ദുരന്തമല്ല. നമുക്കിപ്പോൾ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ ഒന്ന് കാണാൻ പറ്റുന്ന ഒരു പടമാണ് നമ്മുടെ കാ. പിന്നെ ഈ പടം കണ്ടവർ അവരുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ചെയ്യുക. പിന്നെ കാണാത്തവർ ഒന്ന് പോയി കണ്ടു നോക്കുക. ഇപ്പം നമ്മൾ ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലത്തെ മൂവി സജഷൻസിനും മൂവി റിവ്യൂസിനും മൂവി അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ കാലിക്കീശ് ഫോളോ ചെയ്തേക്കും.